Let us have a more closer view about PAN, LAN, MAN and WAN. ആദ്യം നമുക്ക് പാനും ലാനും ഡിസ്കസ് ചെയ്യാം. പാൻ കവേഴ്സ് ഫ്യൂ മീറ്റേഴ്സ്, കുറച്ച് ദൂരം മാത്രം കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് പാൻ എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. ഇനി എക്സാമ്പിൾ, ട്രാൻസ്ഫറിങ് ഫയൽസ് ഫ്രം എ പി സി ടു അനദർ. ഒരു പി സിയിൽ നിന്ന് അടുത്ത പി സിയിലേക്ക് ഇപ്പോൾ നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ സോങ്സ് കോപ്പി ചെയ്യുന്നതിന്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പാൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതാണ് കവേഴ്സ് ഫ്യൂ മീറ്റേഴ്സ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പഠിക്കുന്നത് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇറ്റ് ഈസ് ആൻ ഓഫീസ് നെറ്റ്വർക്ക്. ഒരു ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്ത്, അതും അല്ലെങ്കിൽ ഒരു റൂമിനകത്തൊക്കെ കാണുന്ന നെറ്റ്വർക്കാണത്. എക്സാമ്പിൾ സ്കൂൾ ഓഫീസ് നെറ്റ്വർക്ക്. ഇപ്പോൾ സ്കൂളിനകത്താണെങ്കിൽ ഫീസ് ഡീറ്റെയിൽസ്, അതുപോലെ അക്കാഡമിക്സ്, അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ലാൻ എന്ന്. ഓപ്പറേറ്റ്സ് അറ്റ് റിലേറ്റീവ്ലി ഹൈ സ്പീഡ്, അത്യാവശ്യ സ്പീഡോട് കൂടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ സിംഗിൾ ബിൽഡിംഗ് ഓർ എ ക്യാമ്പസ്. ഒരു ഫുൾ ക്യാമ്പസ്, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അതല്ലെങ്കിൽ ഒരു വലിയൊരു സ്കൂൾ ആണെങ്കിൽ അവിടുത്തെ ഫുൾ നമുക്ക് ഇതിൽ കൂടെ നെറ്റ്വർക്ക് ചെയ്യാം. ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിസോഴ്സ് ഷെയറിങ്, നമുക്ക് എത്ര റിസോഴ്സസ്, അതായത് പ്രിന്റർ, സ്കാനർ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ സെക്യൂരിറ്റി, നമുക്ക് പാസ്വേഡ് കൊടുത്തതിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഈസി ആൻഡ് ചീപ്പ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഈസി ആയിട്ടും ചീപ്പായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ്, ഹൈ സെറ്റപ്പ് കോസ്റ്റ്, അതായത് വലിയൊരു സെറ്റപ്പിലാണ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ചിലവ് വരും. പിന്നെ മെയിൻ്റനൻസ്, നമുക്കിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിസ്റ്റങ്ങൾ ഏതെങ്കിലുമൊക്കെ കേട് വന്നാൽ അത് മെയിൻ്റനൻസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് ജോലിയാണ്. സെക്യൂരിറ്റി ത്രെറ്റ് വരാം, അതായത് സെക്യൂരിറ്റി നമ്മൾ കൊടുത്തു വെച്ചാലും എന്തെങ്കിലും തരത്തിൽ വൈറസ് അറ്റാക്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നെറ്റ്വർക്കിൽ തകരാറ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്.